ഹായ് ഗൈസ്, അപ്പോൾ ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫാമിലി വ്ളോഗാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ആലപ്പിയിലാണ്. അപ്പോൾ എൻ്റെ കൂടെ വൈഫ് നമ്മുടെ ഐശ്വര്യ ഉണ്ട്, പിന്നെ എൻ്റെ ഇഷമോളുണ്ട്. ഇഷമോൾ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. അപ്പോൾ ഗെയ്സ് സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അന്യായ വൈബാണ്. ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട് ഇവിടെ, വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വിനയൻ ചേട്ടൻ്റെ ഹൗസ് ബോട്ടിലാണ് നമ്മളിന്ന് ആലപ്പി ചുറ്റി കാണാൻ പോകുന്നത്. ഈ പോകുന്നതാണ് കാവാലയ്ക്ക് പോകുന്ന ഒരു ഗവൺമെൻറ് ബോട്ട് സർവീസാണ് കേട്ടോ. അവിടെയൊന്നും റോഡുകളില്ല. ഈ ബോട്ടിനെ ആശ്രയിച്ചിട്ടാണ് അവിടെയുള്ള ആൾക്കാർ പുറത്തേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു 8-10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലുള്ളൊരു ബോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡാൻസ് കളിച്ച് ഇത് നമ്മുടെ ഇഷമോൾ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. സൂപ്പർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇഷമോട് ഫുള്ള് വൈബിലാണ്, ഓണായിരിക്കുകയാണ് ഇഷമോട്. ഹായ്. ഇത് നമ്മുടെ ഇഷമോടും ഐഷും കൂടി ഇങ്ങനെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ട് അടിപൊളി യാത്രയാണ് ഗൈസ്. അടിപൊളി വൈബാണ് കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒന്നാമത് ഇവിടെ ടൂറിസം ടൈം കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് പറ്റിയ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നല്ല കരിമീനും അതുപോലെ കപ്പയും താറാവ് കറിയും താറാവ് റോസ്റ്റൊക്കെ കിട്ടുന്ന അടിപൊളി സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഫുഡ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കായൽ സഫാരി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. ഗെയ്സ്, അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഒരുപാട് വീടുകൾ കാണുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ് ഈ കാണുന്നതൊക്കെ. അത്യാവശ്യം വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വീട്ടിലൊക്കെ വെള്ളം കയറും. അപ്പം വളരെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ലൈഫിലൂടെയാണ് ഇവിടെ താമസിക്കുന്നത്. ഈ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ബോട്ട് സർവീസാണ് മറുകരയിലായിട്ടുള്ള. ഇവിടെയൊന്നും റോഡുകൾ വളരെ കുറവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുമ്പം ബോട്ട് നല്ല രീതിയിൽ ഷെയ്ക്കാവുന്നുണ്ട്. ചെറുതായിട്ട് നമ്മളൊന്ന് പേടിക്കും, എങ്കിലും അതൊരു ത്രില്ലിങ്ങാണ്. അടിപൊളി ഒരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ് ഗൈസ്. ഒരുപാട് റിസോർട്ടുകളുണ്ട്. കാരണം ഇവിടെ അത്രത്തോളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ ചുറ്റും കായലാണ്. ഇവിടെ തന്നെ ഇവിടുത്തെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഇവിടുന്ന് തോണിയൊക്കെ തുഴഞ്ഞ് ഈസി ആയിട്ട് ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് പോകുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ തോണിയൊക്കെ കയറി അപ്പം തന്നെ പോകാൻ താഴെ വരും. പക്ഷേ ഇവിടെ അവരുടെ ജീവിതത്തിലെ എല്ലാ ദിവസത്തെ റൊട്ടീൻ അതായത് കാരണം അവരതിൽ ശീലിച്ച് ഓക്കെ ആയിട്ടുണ്ട്. വിഷമമൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ട് ആൾ നല്ല ഓണായിരിക്കുകയാണ്. ക്ഷമയുടെ ആയിന്ന് വെച്ചേ ഹായ്, ഒരു ഡാൻസ് കളിച്ചേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. സാധാരണ ഡെയിലി ആക്ടിവിറ്റി പോലെ മറുകര ചെല്ലാനായിട്ട് ആൾക്കാർ ആശ്രയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ള വിദേശ രാജ്യങ്ങളിലടക്കമുള്ള ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ള അതിനുവേണ്ടിയുള്ള ബോട്ട് സർവീസുകളും ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഫുള്ള് ഏകദേശം ബോട്ടുകളാണ്. എല്ലാ 2 കരയിലും ഓരോരോ ബോട്ടുകൾ എപ്പോഴും ഉണ്ടാവും, ലൈനായിട്ട് കിടക്കുന്നുണ്ട്. ബോട്ട് പോയപ്പോൾ ഉണ്ടായ ആ ഒരു ഓളം, വെള്ളത്തിലെ ഓളം കണ്ട് ഇഷമോട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയ്സ്, അപ്പം നമ്മൾ അടിച്ച് പൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഫാമിലി ആയിട്ട് മാത്രമല്ല, ബാച്ചിലറായിട്ട് വന്നാലും സൂപ്പറാണ്. ഫാമിലി ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്ക് കുട്ടികളും ഒക്കെ ആയിട്ട് വരുമ്പം നല്ലൊരു വൈബാണ് ശരിക്കും വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിലോട്ട് പോവുകയാണ്. പുന്നമടക്കായൽ കഴിഞ്ഞ് നേരെ വേമ്പനാട്ട് കായലിലേക്ക് നമ്മുടെ ബോട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കാവങ്കൽ ബോട്ട് ചുറ്റി. ഇതുപോലെ ഓരോ സ്ഥലത്ത് ഓരോ ബസ് സ്റ്റോപ്പുകളെന്ന് പറയുന്ന പോലെ ഇവിടെ ഓരോ ബോട്ട് ചുറ്റികളുണ്ട് ആൾക്കാർക്ക് ഇറങ്ങാനായിട്ട്. ഈ കാണുന്ന അതുപോലെ ഒരു ക്ഷേത്രമാണ്. കളഞ്ഞോ? ഇഷമോൾ എൻ്റെ 10 രൂപയുടെ നോട്ടെടുത്ത് വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഗെയ്സ്. അതിന് നമ്മൾ ചോദ്യം ചെയ്തപ്പം ഇഷമോൾ നമ്മളെ സോപ്പിടുവാണ്. എന്തോ വെള്ളത്തിൽ ഇട്ടോ 10 രൂപ നോട്ട്? ഷാരില്ല കേട്ടോ, ഷാരില്ല. ആ വെള്ളത്തിലാണോ ഇട്ടേ? എവിടെയാ ഇട്ടേ? ആ വെള്ളത്തിൽ ഇട്ടോ? ഷാരില്ല കേട്ടോ, ഷാരില്ലേ? എന്നാന്ന് ചിരിച്ചേ, അത് ചിരിച്ചേ. ചിരിക്കുന്നേ. ഇഷമോള് പിണങ്ങിയിട്ടുണ്ട് കേട്ടോ. 10 രൂപ ഇട്ടതിന് ഇഷമോളോട് ദേഷ്യപ്പെട്ടതിന് പിണങ്ങിയിട്ടില്ല. ഒന്ന് ഒളിച്ചേ, കണ്ടേ വെച്ചേ, ഒളിച്ചേ. അയ്യോ ഒളിച്ചേ. ഇഷമോൾ ഒളിച്ചേ കണ്ട കളിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാവുന്നതാണ്. ഒരു എന്താ പറയണ്ട, ഒരു സഫാരി, അതുപോലെ ഒരു ബോട്ട് സഫാരി നടത്താവുന്നതാണ്. അതുപോലെ ഇവിടുത്തെ ഫുഡുകളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്ത് പറയുന്നു ഐഷു, എന്ത് പറയുന്നു നമ്മുടെ സഫാരിയെക്കുറിച്ച്? എന്താണ് ഒരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അടിപൊളി യാത്രയാണ്, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും എല്ലാവരും ഇവിടെ ഒരു തവണയെങ്കിലും വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഗേസ് വളരെ ലാഘവത്തോടെയാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ ബൈക്കൊക്കെ ഓടിച്ചു പോകുന്ന പോലെ ഇവിടുത്തെ ഓരോ വീട്ടിലെ ആൾക്കാർ വള്ളത്തിൽ തുഴഞ്ഞ് മറുകരയിലോട്ടൊക്കെ പോകുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ വരൂ, ആലപ്പിയിലേക്ക് വരൂ. ടാറ്റ എടുത്തേ. ഇത് നമ്മുടെ ഇഷ്ടമൊക്കെ ഇതിലെ ഒരു ചേട്ടൻ തോണിയിൽ പോയിട്ട് ടാറ്റ കൊടുത്ത് അടിച്ചു പൊളിച്ച് നമ്മുടെ ബോട്ടിനെക്കാട്ടിലും മുന്നേ നമ്മുടെ ബുള്ളറ്റിലൊക്കെ പോകുന്ന ചേട്ടൻ അടിച്ചു വിടുകയാണ്. ടാറ്റ. തോണിയിലുള്ള ചേട്ടന് നമ്മുടെ ഇഷ്ടമോൾ ഇതേ ഉമ്മയൊക്കെ വാരി എറിയാണ്, ടാറ്റയും ഉമ്മയൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മളിതിരിക്കുന്നുണ്ടല്ലോ, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടല്ലോ, നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകും. വല്ലാത്തൊരു സുഖമാണ്. എല്ലാ ടെൻഷനുകളും മറന്ന് നമ്മൾ ഉറങ്ങി നമ്മൾ മാക്സിമം നമുക്ക് എത്രത്തോളം പീസ്ഫുള്ളായിട്ട് ഉറങ്ങാൻ പറ്റുമോ അതിൻ്റെ പീക്ക് ലെവലിൽ നമുക്ക് ഇവിടെ നിന്ന് ഉറങ്ങാൻ പറ്റും. ഹൈ ബോസ്. എല്ലാ ഹൗസ് ബോട്ടും അതാണ് ഹൗസ് പോലെ ഇരിക്കുന്നതാണ് ഹൗസ് ബോട്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വിശ്വാസമാകുന്നില്ല. ഗൈസ് നമുക്ക് പുറകിലും മുന്നിലുമായിട്ട് ഫുള്ള് ടൂറിസ്റ്റ് ബോട്ടുകളാണ് കേട്ടോ. സീസൺ ടൈം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഭയങ്കര തിരക്കാണെന്നാണ് ഇവിടെ തന്നെയുള്ള എല്ലാവരും പറയണത്. നമ്മുടെ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടന്മാരെ പറയുന്നത് ഭയങ്കര തിരക്കാണെന്നുള്ള കാര്യമാണ്. കാരണം നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. കാരണം മുന്നോട്ട് പോകുമ്പം ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് വരികയും അതുപോലെ രാവിലെ പോയിട്ട് ആൾക്കാർ എൻജോയ് ചെയ്ത് തിരിച്ച് വരികയും ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹായ്. ഗെയ്സ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ. നമ്മൾ ആലപ്പിയിൽ നിന്ന് കയറി ഇപ്പം നമ്മൾ വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇവിടെ വരുമ്പോൾ ഒരുപാട് വലിയ വലിയ ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ സ്പീഡ് ബോട്ടുകളുണ്ട്. നിങ്ങൾക്ക് സ്പീഡ് ബോട്ടിൽ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ സ്പീഡ് ബോട്ടിൽ പോവാം. ഗെയ്സ്, എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലാണ് ഈ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. ടൂറിസം മാത്രമല്ല ഈ കായലിൽ നടക്കുന്നത്, മത്സ്യബന്ധനം കൂടെയുണ്ട്. ആ വള്ളത്തിൽ നിന്നൊരു ചേട്ടന് വലയിടുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട്. കുറച്ച് റിസ്ക് പിടിച്ച ജോലിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരിത് ഡെയിലി ചെയ്യുന്ന കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഗെയ്സ്, നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ട പോലെ തന്നെ വേമ്പനാട്ട് കായൽ അത്രത്തോളം വലുതാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും 4 സൈഡും ഈ പറയുന്ന പോലെ ഹൗസ് ബോട്ടുകളും ചെറിയ ചെറിയ വള്ളങ്ങളും ഒക്കെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെള്ളം തുഴയുമ്പം പാട്ടൊന്നും പാടടി പുള്ളിക്കുയിലേ, അന്തിക്കൂടം കവഞ്ഞില്ലേ കുടിക്കുമ്പം പഴം കഥ പറയടി പുള്ളിക്കുയിലേ, പുള്ളിക്കുയിലേ വെള്ളം തേവണം കള്ളിക്കുയിലേ, തങ്കത്തിൽ മീനും തുടിക്കണം, വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതി വിധിമൃതൈ, അമ്പിളി വെള്ളം തകതി വിധിമൃതൈ. ശരിക്കും പറഞ്ഞാൽ ഈ വേമ്പനാട് കായലിന് 96 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗെയ്സ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ആ ആലപ്പുഴ ജില്ലയിലാണ് 13% വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാനാകും ഇവിടെ എത്രത്തോളം കരഭാഗം ഉണ്ടാകും എന്നുള്ളത്. ഗൈസ്, അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് മീൻ ഇവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മീൻ. നമുക്ക് ഏത് മീൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മീൻ ഇവർ നമുക്ക് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ കറിയാക്കിയോ തരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നല്ല കരിമീനും അതുപോലെ നല്ല വലിയ കൊഞ്ചുണ്ട്. സൂപ്പർ കൊഞ്ചാണ് കേസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ച്. കൊള്ളാമോ? അടിപൊളി. ഇഷമോളും ഐശ്വം കൂടെ ഒരു വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. കായൽ തീര വാക്കിങ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.